സഹോദരന്മാരെ, 10-11 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ കേരളത്തിൽ മുഖ്യമന്ത്രിനെ കിട്ടി. നല്ല കാര്യം തന്നെ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് ഒരു വിഭാഗം മരിച്ച പോലെയുള്ളു, ഒരു വിഭാഗം നല്ല സന്തോഷത്തിലാണുള്ളത്, ഒരു വിഭാഗം സന്തോഷത്തിലും വിഷമത്തിലുമാണ്. ഇങ്ങനെയല്ലാതെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിന്റെ അടക്കം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അതിശക്തമായ സന്തോഷത്തിലാണ്. അതിന്റെ ഭാഗമായി ഒരു ആഹ്ലാദ പ്രകടനത്തിൽ ഒരു മുദ്രാവാക്യം വിളിച്ച്, ആ മുദ്രാവാക്യങ്ങളൊന്ന് കേട്ടോക്കിയേ. ഇതൊന്ന് കേട്ടോക്കിയേ. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടോ? ഇതൊന്ന് കേട്ടോക്കിയേ. ഈ മുദ്രാവാക്യത്തിൽ മുസ്ലിം ലീഗുകാർ വിളിക്കുക വെള്ളാപ്പള്ളി നടേശനെതിരെയും ആർ സുമാരനാർക്കെതിരെയും അവരെന്ത് തെറ്റ് ചെയ്തിട്ടാ? എന്നിട്ട് ഇവര് പറയാ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ പറയാ, നമ്മളാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അത് ശരി തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്, മുസ്ലിം ലീഗുകാർ തന്നെയാണ് കേരളത്തിലെ ഭരണശിലാകേന്ദ്രം എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അത് നിങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുക. അതിങ്ങനെ നടുറോഡ് എന്നിട്ട് വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഉണർന്നിട്ട് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരല്ല മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിൽ 90% ആൾക്കാർ ഉണർന്ന് പ്രവർത്തിക്കുക. അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർ ഉണർന്നിട്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ നേരിട്ടത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഹൈന്ദവർ ഉണരൂല എന്ന് നിങ്ങൾ കരുതണ്ട. അവര് ഹൈന്ദവരെല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഉറക്കം നടിച്ച് പുതപ്പിനുള്ളിൽ ഒളിച്ചു നിൽക്കും നിങ്ങൾ കരുതണ്ട. അവരും ഒരു ദിവസം ഉണരുന്ന ദിവസം ഉണ്ടാവും. അവരെങ്ങനെ ഉണരൂലെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളെല്ലാം നടുറോഡുമ്പോൾ എന്നിട്ട് വിളിക്കുന്നതെങ്കിൽ അതിങ്ങൾക്ക് തെറ്റുപറ്റീന്. അവർ ഉണരൂ, അവർ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. അതിന്റെ അവരെ കൂടുതൽ ഉണർത്താൻ നിങ്ങൾ നിൽക്കരുത്. ഹൈന്ദവരെ ഉണർത്തിയതിന്റെ ഫലം പശ്ചിമബംഗാളിൽ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലോ. പശ്ചിമബംഗാളിൽ അടുത്ത വർഷം ഭരിക്കുന്ന സമയത്ത് നിങ്ങളെ മമതാ ബാനർജി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തിയുടെ പേരെന്താണെന്നറിയാ? സീതിയാജിന്റെ മോന് ബഷീറിനും പോലും. ഇപ്പൊ അടുത്ത സ്ഥിതി എന്ന അടുത്ത നിലവിളി അവസാനിച്ച പശ്ചിമബംഗാളിലെ ത്രിപുരയില് CPM-ന്റെ ഭരണം അവസാനിച്ചതിൽ സന്തോഷിച്ച വ്യക്തിയുടെ പേര് സീതിയാജിന്റെ മോന് ബഷീർ. എങ്ങനെയുണ്ട് ആ ത്രിപുരയിലെ നിലവിളി? ഇടതു വർഷത്തിന്റെ ഭരണത്തിന് ശേഷമുള്ള നിലവിളി ഇന്ന് വരെ അവസാനിച്ചിട്ടില്ലല്ലോ. ഇതേ നിലവിളി കേരളത്തിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിൽ കൂടുതൽ പെറ്റ് താമസമൊന്നും വേണ്ട. ഹിന്ദുക്കൾക്ക് ഉണരാൻ അറിയാം. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അല്ലാണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ വെരടിയിലും ജി സുമാരൻ നായരെ വെരടിക്കൊന്നും കയറിയിട്ട് കാര്യമില്ല. ഇതേപോലെ ഒരു മുദ്രാവാക്യം നിങ്ങൾ കുറച്ച് മുമ്പ് വിളിച്ചില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നറിയില്ല. ലീഗുകാരെ എന്നാ വിളിച്ചേ? RSS തമ്മാടികളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കൂ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച്. ആ മുദ്രാവാക്യം വിളിച്ച് നിങ്ങളെ പുരക്കത്തുമ്പോഴത്തേക്ക് RSS-ന്റെ BJP-ന്റെ പ്രവർത്തകന്മാർ വന്നിട്ട് നിങ്ങളെ മുന്തിയ പാണക്കാട് തറവാട്ടിലെ ബീവിമാരെ വരെ വിളിച്ച് പുറത്തിട്ട് മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളാ ഇത് തുടങ്ങി വെക്കുന്നത്. നിങ്ങൾ ഈ നാടിന് ശാപാന്ന്. നിങ്ങൾ ഈ നാടിൽ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രാഷ്ട്രീയമാണ്. നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ, മതേതരത്തെ കേരളത്തിന്റെ മണ്ണിൽ നടത്തുന്നത് വളരെ മോശപ്പെട്ട വില കുറഞ്ഞ രാഷ്ട്രീയമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. നിങ്ങൾ വടി കൊടുക്കൂ, എന്റെ അടി കിട്ടുമ്പോ വെയിലും കൊടുക്കുകയും ചെയ്യും. നിങ്ങളുടെ സ്വഭാവം അതാണ്. ഇവിടുത്തെ ഹിന്ദുവിനും അറിയാം ഉണരാൻ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുകൊണ്ട. അവർ ഉണരുമ്പോ എന്ത് ചെയ്യറ്? നിലവിളിക്കറ്. അത്രയേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ അവരെ വിളിച്ചിട്ട് ഉണർത്തുക. എണീക്കെന്ന് പറയാ കേട്ടാ. ഹിന്ദുക്കൾക്ക് ഉണരാൻ അറിയാം, അവർ ഉണരൂ. ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും അവർ ഉണർന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ന്യൂനപക്ഷ 27% കേരളത്തിലുള്ള കുറച്ച് മുസ്ലിങ്ങളിൽപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രം ഉണരൂ. അതുപോലെ 17% ക്രിസ്ത്യാനികൾ മാത്രം ഉണരൂ. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവര് എപ്പോ ഉറങ്ങിക്കിടക്കൂ എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് വേണ്ട. അത് നിങ്ങളെന്ത് ചെയ്യുന്നുണ്ട്? ഇടക്കിടക്ക് അവരെന്ത് ചെയ്ത് ഉണർത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർക്കും അറിയാം ഉണരാൻ. അവർ ഉണരുമെന്തിയൊരു നിലവിളി ശബ്ദം ഇടുന്ന് അറിയാം നിങ്ങൾ. അത്രയേ നിങ്ങളോട് പറയാനുള്ളൂ.